ശമ്പള വർധന ആവശ്യപ്പെട്ടുള്ള ആശാവർക്കർമാരുടെ സമരത്തെ പരിഗണിക്കേണ്ട എന്ന തീരുമാനത്തിൽ ഉറച്ച് സർക്കാർ. സമരത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്നും ആക്ഷേപം. രാഷ്ട്രീയം തെളിയിക്കാൻ ധനമന്ത്രിയെ വെല്ലുവിളിക്കുന്നുവെന്ന് ആശാവർക്കർമാർ മനോരമ ന്യൂസിനോട് പറഞ്ഞു. സമരത്തിന് പിന്തുണയുമായി വിവിധ മേഖലകളിലെ പ്രമുഖർ ഇന്ന് സമരപന്തലിലെത്തി. ഞായറാഴ്ചയാണ്. സർക്കാർ ലക്ഷങ്ങൾ ശമ്പളം കൂട്ടിക്കൊടുത്ത PSC അടക്കം സർക്കാർ ഓഫീസെല്ലാം അവധി ആഘോഷിക്കുമ്പോഴും കൂലിക്ക് വേണ്ടി ഈ സ്ത്രീകൾ തെരുവിൽ കിടക്കുകയാണ്. പക്ഷേ അവർക്കിനി ശമ്പളം കൂട്ടേണ്ട കാര്യമില്ലെന്നും ഓണറേറിയം കുടിശ്ശിക അനുവദിച്ചു തന്നെ വലിയ കാര്യമെന്നും ചർച്ച വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ എന്നുമുള്ള അവഗണനാ മനോഭാവമാണ് 14ാം ദിവസവും സർക്കാരിന്. അതിനപ്പുറം സമരക്കാർക്ക് പിന്നിൽ രാഷ്ട്രീയമെന്ന ആരോപണവും ആവർത്തിക്കുന്നു. പക്ഷേ സമരം ചെയ്യുന്ന സ്ത്രീകൾക്ക് മറുപടിയുണ്ട്. ഈ ധനകാര്യമന്ത്രിയുടെ ശ്രദ്ധ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയുണ്ടോ ഇതിൻ്റെ അകത്ത്? ഇത് കക്ഷി രാഷ്ട്രീയമില്ല. സർക്കാർ അവഗണിക്കുമ്പോഴും ആശാവർക്കർമാർക്ക് പിന്തുണ പ്രവാഹമാണ്. കഴിഞ്ഞ കൊറോണ കാലത്ത് എല്ലാവരും വീട്ടിലിരുന്നു. നിങ്ങൾ ഓടിച്ചെന്നതുകൊണ്ടാണ് പലരും ഇന്ന് ജീവിച്ചിരിക്കുന്നതെന്ന്. സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച മഹിളാ കോൺഗ്രസ് സ്ത്രീകളോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ CPM-ലെ വനിതാ സംഘടനകളും സമരത്തിന് വരണമെന്ന് ആവശ്യപ്പെട്ടു. മന്ത്രി വീണ ജോർജ് ഒരു സ്ത്രീയല്ലേ? മനസ്സില്ലേ? മനസാക്ഷിയില്ലേ? ഈ 7000 രൂപ കൊണ്ട് എങ്ങനെ ജീവിക്കാനാണ് എന്ന് അവർക്കൊന്ന് ചിന്തിച്ചുകൂടെ? സർക്കാരിന്റെ ഏറ്റവും വലിയ പരാജയമാണ് ആശാപ്രവർത്തകരെ സമരത്തിനിറക്കിയതെന്ന് VM സുധീരൻ. ജനവിരുദ്ധതയുടെ കാര്യത്തിൽ കേരളം കണ്ട ഏറ്റവും പ്രധാന സർക്കാർ പ്രിയപ്പെട്ട പിണറായി വിജയൻ നയിക്കുന്ന ഈ സർക്കാരാണ് എന്ന് മനോരമ ന്യൂസ്, തിരുവനന്തപുരം.